ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചു. തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങൾ SIT അന്വേഷിച്ചില്ലെന്ന് സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ മരണത്തിലാണ് വീണ്ടും കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. കുടുംബം ചില ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിലേക്കൊന്നും SITയുടെ അന്വേഷണം പോയിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, എന്താണ് കുടുംബം വീണ്ടും കോടതിയിലേക്ക് നീങ്ങാനിടയായ സാഹചര്യം? ദിവ്യ, കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തൃപ്തി ഇപ്പോൾ കുടുംബത്തിനില്ല. അതിനെ തുടർന്നാണ് തുടരന്വേഷണം വേണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇക്കാര്യം കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് തങ്ങൾ SITക്ക് മുന്നിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ല നടന്നത്. അതിനാൽ തന്നെ SITയുടെ അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമല്ല. ഈ ഒരു ഘട്ടത്തിൽ ഈ കുറ്റപത്രം വെച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്, അതിൽ കൂടുതൽ തുടരന്വേഷണം ആവശ്യമാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ദിവ്യയാണ് കുറ്റപത്രത്തിൽ ഏക പ്രതിയായിട്ടുണ്ടായിരുന്നത്. കൈക്കൂലിക്ക് നേരിട്ട് തെളിവ് ലഭിച്ചിട്ടില്ല എന്നൊക്കെ വിശദീകരിച്ചിരുന്നെങ്കിൽ പോലും അതിലേക്ക് കുടുംബത്തിനൊരു തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന നിലപാടാണ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. SITക്ക് മുന്നിൽ തങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ ഒന്നും അംഗീകരിച്ചില്ല, അങ്ങനെയല്ല അന്വേഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ തങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തിയില്ല എന്ന് നവീൻ ബാബുവിന്റെ സഹോദരനായ പ്രവീൺ ബാബു മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആ കുറ്റപത്രത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ കുടുംബം ഇത്തരത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുകയും ചെയ്യുന്നത്. നവീൻ ബാബു മരിച്ച ഏതാണ്ട് 5 മാസത്തിന് ശേഷമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 100-ലേറെ പേജുള്ള കുറ്റപത്രമായിരുന്നു സമർപ്പിച്ചത്. നവീൻ ബാബു കൈക്കൂലി നേരിട്ട് വാങ്ങിയതിന് തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നവീൻ ബാബു പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറ്റപത്രമായിരുന്നു നൽകിയത്. അതായത് പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രവുമായി പൂർണ്ണമായി അവർക്കൊരു കുടുംബത്തിനൊരു തൃപ്തിയില്ല. അതിനാൽ തന്നെയാണ് അവർ ഇപ്പോൾ SIT തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് കാണിച്ചുകൊണ്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സാജു, കുടുംബം, നവീൻ ബാബുവിന്റെ കുടുംബം ഈ SIT അന്വേഷണത്തിൽ പോലും തൃപ്തരായിരുന്നില്ലല്ലോ. അവർ CBI അന്വേഷണമൊക്കെ കോടതിയിൽ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നതല്ലേ? തീർച്ചയായും അവർ അത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് പോവുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ SIT സമർപ്പിച്ച കുറ്റപത്രത്തിലും അവർക്ക് പൂർണ്ണമായ തൃപ്തിയില്ല. അതിനെ തുടർന്നാണ് അവർ ഇപ്പോൾ തുടരന്വേഷണം വേണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് നേരത്തെ ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ PP ദിവ്യയെ മാത്രമാണ് പ്രതി എന്ന നിലയ്ക്കായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്ത് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ മാണ് നടത്തിയതെന്നൊക്കെ പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ, ഇതുമായി ബന്ധമുള്ള നിരവധി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുടുംബം നേരത്തെ ആരോപിച്ചതായിരുന്നു. അത്തരത്തിലുള്ള തരത്തിലേക്ക് ഈ അന്വേഷണം പോയില്ല എന്നാണ് അവരുടെ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തോട് അവർക്ക് തൃപ്തിയില്ല. തങ്ങൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും കുറ്റപത്രത്തിലില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കുടുംബത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് അന്വേഷണം അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? അതിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കൊലപാതക സാധ്യതയടക്കം പരിശോധിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വരണം എന്നാണോ അവർ പറയുന്നത്?
തീർച്ചയായും അവർക്ക് നേരത്തെ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ആസൂത്രിതമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണം നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ അത്തരം തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരാഴത്തിലുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് കുടുംബമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം കോടതിയെ സമീപിക്കുന്നതിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ ഇപ്പോഴുള്ള SIT നടത്തിയ അന്വേഷണത്തിൽ അവർ തൃപ്തരല്ല. അന്വേഷണം കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു എന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് ലഭിച്ച പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ തുടരന്വേഷണത്തിന് കേസ് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജിയിൽ വിവിധ കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ, യെസ്, ADM നവീൻ ബാബുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല, അവരുടെ കുറ്റപത്രത്തിൽ തൃപ്തരല്ല, കുടുംബം ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടരന്വേഷണം കോടതിയിൽ വീണ്ടും ആവശ്യപ്പെടുന്നത്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.